ബൈക്കിന്റെ പിന്നിൽ പെണ്ണിനെ ഇരുത്തിപ്പോകാം, അന്യ പെണ്ണിനെ ബൈക്കിൽ. അന്യ സ്ത്രീകളെ യഥേഷ്ടം മോട്ടോർ ബൈക്കിൽ കൊണ്ടു നടക്കാമെന്ന് താങ്കൾ ഫത്വ നൽകിയിട്ടുണ്ടോ? ഇതൊക്കെ സ്നേഹിതന്മാരെ വിമർശനമായി ഉന്നയിക്കുമ്പോൾ ആ പുടവ വാങ്ങിയിട്ട് ഇവർ ആദ്യം മുതൽ അവസാനം വരെ വായിച്ചിട്ടുണ്ടോ? എന്ത് ചോദ്യത്തിനാണ് ഞാൻ ഉത്തരം നൽകിയത് ഇതാക്കിയിട്ടുണ്ടോ? ഞാൻ 3 വ്യവസ്ഥകൾ വെച്ചും കൊണ്ട് ചില അസന്നിഗ്ധ ഘട്ടം, നിർഭയത്വം വേണം, ഇങ്ങനെ ചില വ്യവസ്ഥകൾ വെച്ചും കൊണ്ട് ഞാൻ ചില നിർബന്ധ സാഹചര്യങ്ങളിൽ അത് അനുവദനീയമെന്നാണ് എഴുതിയിട്ടുള്ളത്. അതിന് തെളിവ് ഞാൻ ഉദ്ധരിച്ചിട്ടുണ്ട്. എങ്കിലും ഞാൻ ഈ വിഷയം കൂടുതൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ അതിന് തിരുത്തു കൊടുത്ത നിലക്ക് പിന്നെ അതിനെ ഞാൻ കൂടുതൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാൻ, സഹീഹ് മുസ്ലിമിൽ ഇങ്ങനെ ഒരു അധ്യായം തന്നെ കാണും, ബാബു ജവാസി ഇർദാഫിൽ മർഹത്തിൽ അജ്നബിയ്യത്തി ഇദാ അഹിയത്ത് ഫി തരീഖി. ഇവരെ ഞാൻ പറഞ്ഞില്ലേ, ഇവര് പ്രശ്നം വരുമ്പം ഈ ഇന്റർനെറ്റിൽ നിന്നൊക്കെ സ്വിച്ച് ഇട്ടാൽ മതി, ഹദീസിൽ കിട്ടും. ആ ഹദീസേ കിട്ടുള്ളൂ. ബുഖാരി മുസ്ലിം മുഴുവുള്ളത് ഇവർക്കറിയോ? അറിയണമെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെ വായിക്കണം. അല്ലെങ്കിൽ സീരിയിൽ എന്താണ് മുഴുവൻ കേട്ടിട്ട് ഇതാക്കണം. സഹീഹ് മുസ്ലിം കിതാബു സലാമിലെ ഹദീസിന്റെ നമ്പർ ഞാൻ വായിച്ചു തരാം. 2182 നമ്പറിൽ ഹദീസിൽ സഹീഹ് മുസ്ലിം അധ്യായത്തിന് കൊടുക്കുക, ബാബു ജവാസി ഇർദാഫിൽ മർഅത്തിൽ അജ്നബിയ, അന്യമായ സ്ത്രീനെ വാഹനത്തിന്റെ പിന്നിൽ കയറ്റാം. ഇതാ അറിയത്ത് ഫിത്തരിക്ക് വഴിയിലൊക്കെ അവർ ക്ഷീണിച്ചൊക്കെ ഇരിക്കുന്നത് കണ്ടാൽ അന്യ പെണ്ണാണി തന്നെ നമുക്ക് അവളെ വാഹനത്തിൽ കയറ്റിയിട്ട് കൊണ്ടുപോകാം. അതുപോലെ ഞാൻ എൻ്റെ പുടവയിൽ ഞാൻ ഫത്തുൽ ബാരിന്റെ ഭാഗം ഉദ്ധരിച്ച് അതിന് KK സക്കരിയ കൊടുത്ത മറുപടി വളരെ രസമാണ്. അതായത് വാഹനത്തിന്റെ പുറത്ത് കയറ്റി പോകാമെന്നല്ലേ പറഞ്ഞിട്ടുള്ള, അന്ന് മോട്ടോർ സൈക്കിൾ ഉണ്ടോയെന്ന, മോട്ടോർ ബൈക്ക് ഉണ്ടോയെന്നാണ് ഈ മനുഷ്യൻ പറയുന്നത്. എന്താണ് ഇതേതാ പുടവേ? ബൈക്കിന്റെ ഉള്ള ഫത്വയായിരിക്കും അല്ലേ? ഇതല്ല അള്ളാഹു സത്യം, നബിയുടെയും കൂട്ടുകാരുടെയും മുമ്പിലൂടെ നീ ഈന്തപ്പനെ കുറിച്ച് ചുമന്നു പോകുന്നതാണ് നബിസ്വലാസ്മയുടെ പിന്നിലിരുന്ന് വാഹനത്തിൽ സഞ്ചരിക്കുന്നതിനേക്കാൾ എനിക്ക് കഠിനം. ബുഖാരി 52-24. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഫത്വൽ ബാരി ഈ ഹദീസിൽ പുരുഷന്റെ വാഹനത്തിനിൽ ഇരുന്നു കൊണ്ട് സ്ത്രീകൾ യാത്ര ചെയ്യൽ അനുവദനീയമാണെന്ന് മനസ്സിലാക്കാം. ഈ ഫത്വൽ ബാരിയിൽ ഈ വാചകം വെച്ചിട്ടാണ് മോട്ടോർ ബൈക്ക് ഫത്വ മുപ്പര് കൊടുത്തിട്ടുള്ളത്. ഒരു പുരുഷൻ യാത്ര ചെയ്യുന്ന വാഹനത്തിന്റെ പിന്നിൽ സ്ത്രീക്ക് ഇരുന്നൂടാന്നല്ല, അത് മോട്ടോർ ബൈക്കാണെന്ന് വ്യാഖ്യാനിക്കുന്നതിനകത്ത് തെറ്റ്. മോട്ടോർ ബൈക്കിൽ നിന്ന് ഫത്വൽ ബാരി പറഞ്ഞിട്ടുണ്ടോ? ഇതിനൊക്കെ എന്താ മറുപടി പറയാ സുഹൃത്തുക്കളെ? ഞാൻ തെളിവ് ഉദ്ധരിച്ചിട്ടുണ്ട്. ആ പുടവിൽ ആ ഭാഗം വെട്ടി മുറിച്ചുകാണ സുന്നികളും എന്നെ എതിർക്കുന്നത്. കാരണം ഫത്വൽ ബാരിയിൽ ബുഖാരിയിലാണെങ്കിൽ 5224 നമ്പർ ഹദീസ്, 5224 ഹദീസ്. ഫത്തുൽ ബാരിയാണ് 11672. മുഹല്ലിബ് എന്ന പണ്ഡിതനെ പറഞ്ഞാണ് ഫത്തുൽ ബാരി ഉദ്ധരിച്ചിട്ട് ഇങ്ങനെ നിർഭയത്വമൊക്കെ ഉണ്ട്, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ സ്ത്രീകളെ വാഹനപ്പുറത്ത് പിന്നെ ഇനി ഞാനത് ഫത്ത് പറഞ്ഞിട്ടുള്ളല്ലോ. ഇത് പ്രായോഗികമാക്കുന്ന ആരാ കൂട്ടരെ? എൻ്റെ ജമീല ടീച്ചർക്ക് വിളിച്ച് ചോദിച്ചു നോക്കി നിങ്ങൾ. ഞാൻ എപ്പോഴെങ്കിലും ഇത് പ്രായോഗികമാക്കിയിട്ടുണ്ട്? ഏതെങ്കിലും പെണ്ണിനെ ബൈക്ക് കയറ്റിങ്ങാണ് എനിക്ക് ബൈക്കുണ്ടോ? പക്ഷെ ഇതൊക്കെ നിരന്തരമായി പ്രായോഗികമാക്കുന്നത് ആരാണ്? ബൈക്ക് പോകണുള്ളേ. 3 മണിക്ക് പെണ്ണിൻ്റെ വീട്ടിൽ പോയിങ്ങാണ്ടേ, ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. 3 മണിക്ക് ഒരൊറ്റക്കൊരു ചങ്ങായി ഒരു പെണ്ണിൻ്റെ വീട്ടിൽ പോകലോ ബൈക്കുമ്പോൾ പോകലോ ഏറ്റവും അപകടം ഉണ്ടാകുക. ഇത്തരം വിഷയങ്ങളൊക്കെ, ഈ വിഷയം ഞങ്ങളാരും പറയേണ്ട. കാരണം ലൈംഗിക രംഗത്തും മറ്റു രംഗത്തൊക്കെ സംശുദ്ധമായ ജീവിതം നയിക്കുന്നത് മടവൂരി വിഭാഗത്തുള്ള ആളുകളാണോ മറുഭാഗത്തുള്ള ആളുകളാണോ? ഇതൊക്കെ ഒരു കുട്ടിക്ക് പറഞ്ഞ സംഗതിയാണ്. പല പാട്ടിലെ സ്നേഹിതന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വിജയിച്ച് നിങ്ങളുടെ ഭാഗത്തുള്ളതൊക്കെ നല്ലവരാണ്, ധാർമ്മികമായിട്ടൊക്കെ നല്ലവരാണ്. ആ ഭാഗത്തിൽ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഇത്തരം വിഷയം പെണ്ണുങ്ങളുമായി ബന്ധപ്പെടുന്ന വിഷയം വരുന്നു വലിയ പ്രാധാന്യ താല്പര്യം. എന്നിട്ട് അതെടുത്തിട്ട് പൊതു സ്റ്റേജിലൊക്കെ ഇങ്ങനെ വളരെ ആവേശത്തോടെ ഈ വിഷയമൊക്കെ പറയുമ്പോൾ സ്ത്രീൻ്റെ പിന്തുടരത്തുകൂടെ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്ന വിഷയമൊക്കെ എത്ര ആവേശത്തോടു കൂടിയ ഓരോ മനുഷ്യന്മാർ പൊതു സ്റ്റേജിലാണും പെണ്ണുള്ള സ്റ്റേജിൽ അബ്ദുറഹ്മാൻ സലഫിയൊക്കെ ഇടവെള്ളമെന്നൊക്കെ പ്രസംഗിച്ചറിയാം നിങ്ങൾ. ഈ വിഷയം എനിക്ക് പ്രത്യേകം താല്പര്യം, അതുകൊണ്ട് അതും ഇതാക്കിയെന്നുള്ളൂ. അത് ഞാൻ തിരുത്തു കൊടുത്തിട്ടുണ്ട്.